ഉസ്താദന്മാർ നിറകണ്ണുകളോടെ അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസം, ആ റമളാൻ മാസത്തെ നിറകണ്ണുകളോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങൾ, പള്ളികളുടെ ഇമാമുമാര് പള്ളികളുടെ മിഹ്റാബിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ആ പരിശുദ്ധമായ റമളാനിനെ സലാം പറഞ്ഞ് യാത്രയാകുകയാണ്. ആ റമളാൻ മാസം വിട പറയുന്നത് യാത്രയാകുകയാണ്. എന്തിനാണ് റമളാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോ എന്താണ് പള്ളികളുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാമ് സലാം പറയുന്നത്? എന്തിനെന്നറിയുമോ? റമളാൻ തീരാ പോവുകയാണ്. വിശുദ്ധമായ റമളാൻ വിട പറയാൻ പോകുകയാണ്. അതുകൊണ്ട് പടച്ചവനെ തയ്യാറെടുക്കണേ, നിങ്ങൾ പ്രയോജനപ്പെടുത്തണേ, നിങ്ങൾ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തണേ എന്ന് പരിശുദ്ധമായ പള്ളികളിൽ ഇമാമുമാർ റമളാന് വിട പറയുന്ന സലാം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പിരിയാ പോകുകയാണ്. വന്നപ്പോ ഒരുപാട് സ്വീകരണം കൊടുത്തു, റമളാനിനെ സ്വീകരിച്ചു. റമളാനാണെന്നറിഞ്ഞപ്പോ സുജൂദിലേക്ക് വീണിട്ട് ശുക്റിന്റെ സുജൂദ് ചെയ്തു. അൽഹംദുലില്ലാഹ്, റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചു. വീടൊരുക്കി, ഹൃദയമൊരുക്കി, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പരിശുദ്ധമായ റമളാനിനെ പിടിച്ചിരുത്തി നോമ്പ് പിടിച്ചു, ഖുർആൻ ഓതി, ദിക്റുകൾ പറഞ്ഞു, നന്മകൾ ചെയ്തു, സദഖകൾ കൊടുത്തു, സക്കാത്ത് കൊടുത്തു. എല്ലാ നന്മകളും ചെയ്തിട്ട് റമളാനിനെ നമ്മൾ ആദരിച്ചു, നമ്മൾ ബഹുമാനിച്ചു. എന്നാൽ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥി തിരിച്ചു പോവുകയാണ്. സാധാരണ ഒരു അതിഥിയല്ല ഈ വന്നിരിക്കുന്നത്, സാധാരണ ഒരു അതിഥിയല്ല. നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ പവറുള്ള, നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പവറുള്ള ഒരു അതിഥിയാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ റമളാനിന് ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, ഒരാളെ നരകത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിന് നബി തങ്ങൾ നിൽക്കുമ്പോ അതാ തന്റെ സമുദായത്തിലെ ഒരു മനുഷ്യനെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. സബാനിയത്തിന്റെ മലക്കുകൾ ചങ്ങലയിൽ കെട്ടികെട്ട് വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തുമ്പോൾ കരയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് സഹായിക്കണം നബിയേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം നബിയേ, എനിക്ക് കൂടെ സ്വർഗം വാങ്ങിത്തരണം നബിയേ, നരകം എനിക്ക് പേടിയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് കരയുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകം ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ. ആ ദുആയെ തടയുന്ന ഒരു വസ്തുവുണ്ട് നബിയേ. ആരാ? അല്ലാഹ്. എന്റെ ശഫാഅത്തിനെ തടയുന്നതാരാ? അല്ലാഹ്. വിശുദ്ധമായ റമളാൻ ഇറങ്ങി വരികയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഇവൻ എന്നെ പരിഗണിക്കാത്തവനാണ്, ഇവൻ എന്നെ ബഹുമാനിക്കാത്തവനാണ്, ഇവൻ എന്നെ ആദരിക്കാത്തവനാണ്, ഇവൻ എന്നെ പരിഗണിച്ചില്ല നബിയേ. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിച്ചല്ലോ, പ്രായമുള്ളവർ പോലും നോമ്പ് പിടിച്ചല്ലോ, രോഗികൾ പോലും നോമ്പ് പിടിച്ചല്ലോ. അതാ കഴിപടച്ചവനെ നടക്കാൻ കഴിയാത്തവർ പോലും നിസ്കരിക്കാൻ തയ്യാറായല്ലോ. അമുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു നബിയേ. എല്ലാവരും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ ഇവൻ എന്നെ പരിഹസിച്ചവനാണ് നബിയേ, പരിഗണിക്കാത്തവനാണ് നബിയേ. അതുകൊണ്ട് ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ. റമളാൻ മാസം അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, നീ ആർക്ക് പുറത്തു കൊടുത്താലും, നീ ആരോട് കരുണ കാണിച്ചാലും ഇവനോട് കരുണ കാണിക്കല്ലേ അല്ലാഹ്, ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാഹ്. വിശുദ്ധമായ റമളാൻ അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്ന് കരയുകയാ. അല്ലാഹ്
അല്ലാഹു കൈവിടുകയാണ്, അല്ലാഹു കൈവിടുകയാണ്. പടച്ചവനെ, അല്ലാഹു കൈവിട്ടാൻ നബിതങ്ങൾ കൈവിടുകയാണ്. അവസാനം ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവേ ലോകം കരയുകയാണ്. ലോകത്തുള്ള സർവചരാചരങ്ങളും മനുഷ്യരൊടിച്ച് എല്ലാവരും കരയുകയാണ്. ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലുള്ള കല്ലുകളും വൃക്ഷങ്ങളും ഇലകളും ജന്തുക്കൾ പോലും ഇഴജന്തുക്കൾ വരെ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഫിത്നയെ കുറിച്ചോർത്ത്, ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഫിത്നയെ കുറിച്ചോർത്ത്. എന്താണ് ഈ ഉമ്മത്തിന്റെ ഫിത്ന എന്നറിയുമോ? റമളാൻ തീരുകയാ, റമളാൻ തീരുകയാണ്. ഇതിനെക്കാളും വലിയ എന്ത് ഫിത്നയാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സർവചരാചരങ്ങളും പരിശുദ്ധമായ റമളാൻ വിട പറയാൻ ഒരുങ്ങുമ്പോ, എല്ലാവരും കരയുമ്പോ, അല്ലാഹുവേ നമ്മൾ സന്തോഷത്തിലാണ്, പെരുന്നാളിന്റെ വസ്ത്രമെടുക്കാനുള്ള പർച്ചേഴ്സിലാണ്, പടച്ചവനെ കടകളിലാണ്, കമ്പോളങ്ങളിലാണ്. പടച്ചറപ്പേ, നമ്മളെല്ലാവരും പെരുന്നാളിന്റെ അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ റമളാൻ തീരാൻ കാത്തിരിക്കുകയാണ്, റമളാൻ തീരാൻ കാത്തിരിക്കുകയാണ്. നാളെ പെരുന്നാളായാ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ റമളാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റമളാൻ എന്ന് പറയുന്ന അതിഥി യാത്ര പറയുമ്പോ മറക്കാൻ കഴിയാത്ത ഒരു യാത്രയപ്പ് നൽകണേ, മറക്കാൻ കഴിയാത്ത ഒരു സ്വീകരണം കൊടുക്കണേ. അല്ലാഹുവേ, റമളാനിന് പോലും തോന്നണം പടച്ചവന്, എന്നെ ഇവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, ഞാൻ പിരിയുമ്പോ ഇവന് സങ്കടമാണ്. എങ്ങനെയാണെന്നറിയുമോ? സ്വന്തം മക്കളുടെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോൾ സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട ഒരുമ്മ കരയുമല്ലോ, ഒരു വാപ്പ കരയുമല്ലോ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെ ജനാസ കണ്ട നമ്മൾ കരയുമല്ലോ. അവരുടെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ആ ജനാസ വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിലിൽ കയറ്റികെട്ട് ഇറങ്ങുമ്പോ നിലവിളിയല്ലേ, കരച്ചലല്ലേ, വല്ലാത്ത സങ്കടമല്ലേ? അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോ സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയണമല്ലാ, റമളാൻ പിരിയുന്നതിൽ വല്ലാത്ത സങ്കടമല്ലാ. തീർന്നു പോയല്ലോ, തീർന്നു പോയല്ലോ, എന്റെ സർവ്വ സന്തോഷങ്ങളും പോയല്ലോ. അല്ലാഹുവേ, കരയുകയാണ്, സുജൂദിൽ കിടന്ന് കരയുകയാണ്, റമളാൻ തീരുന്നതിന്റെ പേരിൽ സങ്കടപ്പെടുകയാണ്. അല്ലാഹുവേ, അങ്ങനെ റമളാനിനെ യാത്രയാക്കിയാൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് റമളാൻ നമ്മളെ തേടി വരികയാ, റമളാൻ നമ്മളെ തേടി വരികയാ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാഹുവേ, നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് തെരഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം റമളാനാ. 2 ആയിരക്കണക്കിന് ഖത്മോദിയില്ലേ ഉമ്മ, സഹോദരങ്ങളെ ഖുർആൻ ഓതിയില്ലേ, ചെറുപ്പക്കാരാ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തില്ലേ? ഈ ഖുർആനിന് നാളെ ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ടെന്നാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഖുർആനിന്റെ തണലിലാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ ഖുർആൻ നാളെ ശഫാഅത്ത് ചെയ്യുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജുസ് ഓതിയവരുണ്ടോ? ഒരു ഖത്തം ഓതിയവരുണ്ടോ? ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്തവരുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ മറക്കൂല. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പടച്ചവനെ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ആ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധമായ കലാമായ ആ പരിശുദ്ധമായ ഖുർആനിനെ ആദരിച്ചവരെ, ബഹുമാനിച്ചവരെ, അല്ലാഹുവേ, പള്ളികൾ അലങ്കരിച്ചവരുണ്ടല്ലോ. ഖുർആൻ ഓതുന്ന സ്ഥലം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ
ഖത്താബ് ഉമർ തങ്ങളിരുന്ന് ഖുർആൻ ഓതുകയാ. ഉമർ തങ്ങളിരുന്ന് ഖുർആൻ ഓതുകയാ. അലിയാർ തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഖത്താബിന്റെ മകൻ ഉമറേ, നീ അല്ലാഹുവിന്റെ പള്ളി പ്രകാശിപ്പിച്ചല്ലോ, നീ അല്ലാഹുവിന്റെ ഭവനം പ്രകാശിപ്പിച്ചല്ലോ, ഇതുപോലെ അല്ലാഹു നിന്റെ ഖബറും പ്രകാശിപ്പിക്കട്ടെ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനാണ് നമ്മൾ ഓതി വെച്ചിരിക്കുന്നത്. ആ ഖുർആനാണ് നമ്മൾ ഓതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഖത്തമാണ്, അതിന്റെ ദുആയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളാണ് നമ്മൾ ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ആ പരിശുദ്ധമായ റമളാനിൻ്റെ 29ാമത്തെ നോമ്പ് പിടിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ റമളാൻ നാളെ പെരുന്നാളാണോ, ഇനി മണിക്കൂറുകൾ മാത്രം, ഒന്നുകിൽ ഇന്ന് തറാവീഹ് നിസ്കാരമുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ പെരുന്നാളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു 30 നോമ്പും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 30 ദിവസമാണ് അല്ലാഹു നൽകിയത്. ഒരു മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടച്ചു, സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ട് അല്ലാഹു സ്വർഗത്തെ അലങ്കരിച്ച്, അല്ലാഹു നരകത്തിന്റെ വാതിലടച്ച്, അല്ലാഹുവിന്റെ മലക്കുകളെ ഒരുക്കി നിർത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മാസക്കാലം എന്തെല്ലാം നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ, ആ നന്മകൾ നേടിയെടുത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുകയും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുകയും നരകമോചനം നേടുകയും സ്വർഗപ്രവേശനം നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 30 ദിവസം തന്നിട്ട് അതിൻ്റെ 29ാമത്തെ ദിവസം നമ്മൾ നിന്ന് വിട പറയാൻ തയ്യാറാകുമ്പോൾ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്ത് നേട്ടം വരുത്താനാണ് നമ്മളെ കൊണ്ട് കഴിഞ്ഞത്? നമ്മൾ എന്ത് നേട്ടമാണ് നടത്തിയത്? ഈ റമളാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്താനാണ് നമുക്ക് കഴിഞ്ഞത്? നമ്മൾ വിലയിരുത്തേണ്ട സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഒരു നോമ്പുകാരൻ എന്ത് ചെയ്താലും അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാണ്. ഉറങ്ങിയാൽ പോലും, ഒരു നോമ്പുകാരൻ ഉറങ്ങാൻ തയ്യാറായാൽ ആ ഉറങ്ങുന്നവന് പോലും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്ന മാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, കൂട്ടായ്മയിലൂടെ എല്ലാ വർഷവും വിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ തുടങ്ങും. കാരണം വിശുദ്ധമായ ഖുർആൻ, റമളാൻ ഖത്തമോതേണ്ട മാസമാണ്, ഖുർആൻ ഖത്തം തീർക്കേണ്ട മാസമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബിതങ്ങൾ അവിടെ നിന്ന് ഖത്തം തീർത്തിരുന്നു എന്ന് ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് റമളാൻ മാസത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 പ്രവാചകൻ തന്റെ മരണം അടുത്തിരിക്കുന്ന സമയം തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗത്തിൽ കിടക്കുന്ന, മരണവേളയിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകൾ വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് രോഗം പിടിച്ച് വളരെ പ്രയാസത്തിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഫാത്തിമ, എൻ്റെ മരണമടുത്തു, അതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളായ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുത്ത ഒരു അടയാളം, എല്ലാ വർഷവും റമളാൻ വരുമ്പോൾ ജിബ്രീൽ വന്ന് പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എന്നെ കൊണ്ടുവന്ന് ഓതിപ്പിക്കുമായിരുന്നു, ഒരു ഖത്തം ഓതിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം 2 പ്രാവശ്യം ജിബ്രീൽ എന്നെ കൊണ്ട് ഖുർആൻ മുഴുവനും ഓതിപ്പിച്ചു, അവിടെ നിന്ന് കേട്ടു എന്ന് നബിതങ്ങൾ അവിടെ നിന്ന് അടയാളം പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ 2 പ്രാവശ്യം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതി തീർത്തു.
എല്ലാവരും ഖുർആൻ ഓതുന്നതിന് വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാൻ മാസം ഖുർആൻ ഓതുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. പഠനങ്ങൾ പോലും നിർത്തി. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ റമദാനിൽ ഒരു ദിവസം 2 ഖത്തം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഖത്തം, രാത്രിയിൽ ഒരു ഖത്തം, 30 ദിവസം 60 ഖത്തം ഓതി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മഹത്തുക്കളായ നമ്മുടെ ഇമാമുമാർ, പണ്ഡിതന്മാർ, അവർ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ ഖുർആൻ ഓതുന്നതിന് വേണ്ടി അവരുടെ ദറസുകളും അവരുടെ പഠനങ്ങളും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്കും വിശുദ്ധമായ നോമ്പ് പിടിക്കുന്നതിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ റമദാൻ മാസത്തെ മാറ്റിവെച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ സമുദായം വല്ലാത്ത പ്രയാസത്തില, ഉമ്മത്ത് വല്ലാത്ത പ്രശ്നങ്ങളില. ഈ വിശുദ്ധമായ റമദാനും പെരുന്നാളും കടന്നു വരുമ്പോൾ പോലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ഉമ്മത്ത് വല്ലാത്ത പ്രയാസത്തില. ഫലസ്തീന് ജനതയെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. നമ്മളെല്ലാവരും സന്തോഷത്തിന്റെ വേളയിൽ എല്ലാവരും പുതുവസ്ത്രങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ പെരുന്നാളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ കൊച്ചുകുട്ടികളുടെ കൈകളിലേക്ക് മൈലാഞ്ചി ഇട്ടുകൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇതിന് ഒന്നിനും കഴിയാതെ എത്രയോ ഉമ്മത്തുകൾ, ഈ സമുദായം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വല്ലാത്ത പ്രയാസങ്ങളിൽ കഴിയുന്നു. ജയിലറുകളിൽ കഴിയുന്നവരുണ്ട്, ചെയ്യാത്ത തെറ്റിന്റെ പേരുകളിൽ അന്യനാടുകളിൽ കിടക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ വസിയ്യത്ത് ചെയ്തിരിക്കുകയാ. അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുന്നു, റമദാൻ നമ്മൾ നിന്ന് വിട പറയാൻ പോകുകയാ. ഏതെങ്കിലും ഒരു മാസമല്ല റമദാൻ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ ചെയ്തു തന്ന ഒരു മാസം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പ്രവാചകനാ. ആ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, പടച്ചവനോട് അവിടുന്ന് ചോദിക്കുന്നു, പടച്ചവനെ, എന്നെക്കാളും നിന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത, എന്നെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാ. കാരണം അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ പ്രവാചകൻ, അത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അത് വലുപ്പത്തിൽ കണ്ടത്. അങ്ങനെ വലിയ സന്തോഷത്തോട് അതൊരു അഭിമാനമായി കണ്ടുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൊടുത്ത ഒരു മറുപടി, മൂസാ, ഒരു സമുദായം വരാനുണ്ട്, ഒരു സമുദായം വരാനുണ്ട്. ആ സമുദായത്തിന് റമദാൻ എന്ന് പറയുന്ന ഒരു മാസമുണ്ട്. ആ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ആ സമുദായത്തിലെ ജനങ്ങൾ നോമ്പ് പിടിച്ചിട്ട് അവര് നോമ്പ് മുറിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, ആ തൊട്ടു മുമ്പുള്ള സമയം അവര് എൻ്റെ അടുക്കലേക്ക് കൈകൾ നീട്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നീ എന്നോട് സംസാരിക്കുന്ന സമയം നമ്മളുടെ രണ്ടുപേരുടെ ഇടയിൽ 70,000 മറകൾ ഉണ്ടായിരുന്നു. ആ 70,000 മറകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടാണ് നീ എൻ്റെ സംസാരം കേട്ടത്, എൻ്റെ ശബ്ദം നീ കേട്ടത്, ഞാൻ പറയുന്നത് നീ കേട്ടത്. അതുകൊണ്ട് മൂസാ, ആ നോമ്പുകാരായവര് നോമ്പ് മുറിക്കാനിരിക്കുന്ന സമയം അവരുടെയും എന്റെയും മുമ്പിൽ ഒരു മറയുമില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മറ പോലും ഇല്ലാത്ത സമയമാണ് ആ നോമ്പ് മുറിക്കുന്ന സമയം. 28 ദിവസം അല്ലാഹു നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയുവാനും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ രോഗങ്ങളും ഇതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ അല്ലാഹു നൽകിയ അവസരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 29ാമത്തെ നോമ്പ് മുറിക്കാൻ ഞാനും നിങ്ങളും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നാളെ നോമ്പുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി ഈ അവസാനത്തെ 4 മണിക്കൂർ നമുക്ക് പാഴാക്കി കളയാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഉണ്ടാകണമെന്നില്ല. റമദാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലക്കാലം ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചാലും ആ റമദാനിലെ ഒരു നോമ്പിന് പകരമാകില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും പുണ്യമുള്ള ആ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ഞാനും നിങ്ങളും കിടക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു 6 മണിയാകുമ്പോൾ നമ്മൾ എല്ലാ ജോലികളും മാറ്റിവെച്ച്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അൽഹംദുലില്ലാ ആ നോമ്പ് മുറിക്കുന്ന സമയം ആത്മാർത്ഥമായി വന്നിരുന്നൊരു യാസീനോദി
നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് ഹദിയ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുവാനും ഇതിനൊക്കെ ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാൻ കഴിയുന്ന ഒരു സമയം. ആ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ പാഴാക്കി കളയാതെ പ്രയോജനപ്പെടുത്താൻ എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയണം. കാരണം നാളെ നോമ്പില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സമയം കഴിഞ്ഞു. അൽഹംദുലില്ലാ, പള്ളികളിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഈ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റമെന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഫർദ് നിസ്കാരത്തിന് പോലും പള്ളിയിൽ പോകാത്തവർ ഇന്ന് പള്ളിക്കകത്ത് കയറാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നിസ്കരിക്കാൻ മടി, പള്ളിയിൽ പോയി ഫർദ് നിസ്കരിക്കുന്നവരും സുന്നത്ത് നിസ്കരിക്കാറില്ല. അങ്ങനെ മടിയുള്ളവർ പോലും അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഫർദ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് രണ്ടാമത്തെ ഖുതുബ തീരുമ്പോൾ പള്ളിയിലേക്ക് ഓടിക്കേറിയിരുന്ന ചെറുപ്പക്കാർ സഹോദരങ്ങൾ ഇപ്പൊ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വന്നിട്ട് കാത്തിരിക്കുന്നൊരവസ്ഥ. പരിശുദ്ധമായ റമളാനിൽ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പാരായണം ചെയ്യുന്നു. മൊബൈൽ കളിച്ചുകൊണ്ടിരുന്നവർ, മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് കയ്യിൽ തസ്ബീഹ് ഇടിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ ദിക്റുകൾ പറയുന്നു, ഇസ്തിഗ്ഫാറുകൾ പറയുന്നു. ഒരുപാട് ദിക്റുകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജീവിതത്തിൽ വന്ന മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നാകാൻ തന്നിരുന്ന ഒരു സമയമാണ് ഈ വിശുദ്ധമായ റമളാൻ. ആ സമയത്ത് നമ്മൾ നന്നാക്കിയെടുത്തു, നമ്മൾ നന്നായി. നാളെ പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മാസക്കാലമായി അള്ളാഹുവിന്റെ മലക്കുകൾ ചങ്ങലയിലിട്ടിരുന്ന ഈ ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് പൂർവാധികം ശക്തിയോടുകൂടി വൈരാഗ്യത്തോടുകൂടി അവൻ നമ്മളെ പിഴപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഈമാനികമായ ചൈതന്യം മുഴുവനും ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് അവന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ അവന്റെ മുമ്പിൽ പരാജയപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാകാൻ ഒരു അവസരം തന്ന് സർവ്വ സാഹചര്യവും ഒരുക്കി തന്ന് നമ്മളെ നന്നാക്കിയെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ആ പഴയ ചാലിലേക്ക് തന്നെ പോയാൽ, ആ പാപത്തിന്റെ വഴിയിലേക്ക് തന്നെ പോയാൽ, ആ നാശത്തിന്റെ വഴികളിലേക്ക് തന്നെ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടുന്ന ഒരവസ്ഥയാ. ഇന്നാ ഹദൈനാഹു സ്വബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിനക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള ബോധമുണ്ട്. അല്ലാഹു പറയുകയാണ് ഇന്നാ ഹദൈനാഹു സ്വബീല ഇമ്മാ ശാകിറ. ഞാൻ പറയുന്നതനുസരിച്ചുകൊണ്ട്, ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ എന്റെ തൃപ്തിയും എന്റെ പൊരുത്തവും കരസ്ഥമാക്കി ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗവും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞു പടച്ച റബ്ബ് നമുക്ക് ഓഫർ ചെയ്യുകയാ. എന്നിട്ട് അള്ളാഹു പറയുന്നു വ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഇതെല്ലാം നിനക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടും ആ പടച്ച റബ്ബിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തേച്ചിട്ട് വീണ്ടും ആ പഴയ ചാലിലേക്ക് പോകാനാണ് എന്റെയും നിങ്ങളുടെയും തീരുമാനമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നമ്മളെ കൈവിടും. പടച്ച റബ്ബ് നമ്മളെ കൈവിടും. അല്ലാഹു കൈവിട്ട് കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരാവുള്ള? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് നിലനിർത്താൻ നമുക്ക് കഴിയണം. ഈ 30 ദിവസക്കാലം ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചതും നിസ്കരിച്ചതും ഇതൊക്കെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴി നമ്മുടെ ഈ റമളാൻ നമുക്ക് അനുകൂലമാണോ, ഇത് സ്വീകാര്യമുള്ളതാണോ എന്ന് തിരിച്ചറിയാനുള്ള വഴി നാളെ മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ കാണാം. ഈ 5 വഖത്ത് നിസ്കരിച്ചവൻ തഹജ്ജുദ് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, ഫർള് നിസ്കരിച്ചു, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു, സുബഹിയുടെ ഫർള് നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു, തസ്ബീഹ് നിസ്കരിച്ചു. ഈ നിസ്കാരമെല്ലാം നിസ്കരിച്ച നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാളായി കഴിഞ്ഞാൽ എത്ര പേരാണ് സുബഹി നിസ്കരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേരാണ് അന്നത്തെ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നത്? അവിടെ അറിയാൻ കഴിയും നമ്മുടെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അടുത്ത റമളാനിൽ ആരെല്ലാം ജീവിച്ചിരിക്കുമെന്നറിയില്ല. ആരൊക്കെയാണ് നാളെ റമളാൻ, അടുത്ത കൊല്ലം റമളാനിൽ ജീവിച്ചിരിക്കുക എന്നറിയില്ല. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്റെ പ്രിയപ്പെട്ടവരെ ഖബറില. ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ടു മുമ്പിലും ഖബറാണ്. ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഖബറിനകത്ത് കിടക്കുന്ന മരിച്ചവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല കാര്യവും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അസൂയയുണ്ടോ? ഈ ലോകത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയയുണ്ടോ എന്ന് ഈ ഖബറിനകത്ത് കിടക്കുന്നവരോട് ചോദിച്ചാൽ അവർക്ക് ഒരാളോട് മാത്രമേ അസൂയയുള്ളൂ. അവർക്ക് ഈ ഖബറിനകത്ത് കിടക്കുന്ന മയ്യത്തുകൾക്ക് ഒരാളോട് മാത്രമേ അസൂയയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോടാണ് അസൂയ? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നവരെ കാണുമ്പോൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കാണുമ്പോൾ, നോമ്പ് പിടിക്കുന്നവരെ കാണുമ്പോൾ, ദിക്റുകൾ പറയുന്നവരെ കാണുമ്പോൾ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് നടക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൽ കിടക്കുന്നവർക്ക് അസൂയയാണ്. എന്തേ അസൂയ? പടച്ചവനെ, എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്കതിന് കഴിയുന്നില്ലല്ലോ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ദിക്റുകൾ പറയാൻ കഴിയുന്നില്ലല്ലോ, അല്ലാഹുവേ എനിക്ക് നന്മകൾ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ആ ഖബറിൽ കിടക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയുന്നൊരവസ്ഥ, അവരസൂയപ്പെടുന്നൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തന്നിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാ. എനിക്ക് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയും, എനിക്ക് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയും, എനിക്ക് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയും, എനിക്കും നിങ്ങൾക്ക് ദിക്റുകൾ പറയാൻ കഴിയും, എനിക്കും നിങ്ങൾക്കും സദക്ക കൊടുക്കാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി, ഒരു സുന്നത്തിന് 1 ഫർദിന്റെ കൂലി, ഇതുപോലെ ലക്ഷക്കണക്കിന് നന്മകൾ വാരിക്കോരിയെടുക്കാൻ അള്ളാഹു തന്ന സമയം അവസാനിക്കാൻ പോകുകയാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ദുആഇന്റെ സമയമാണ്, ദുആ ചെയ്യേണ്ട മജ്ലിസാണ്. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. 2 മാസക്കാലം മുമ്പേ വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റമളാൻ വരാൻ പോകുന്നു, റമളാൻ വരാൻ പോകുന്നു. നിങ്ങൾ തയ്യാറാക്, നിങ്ങൾ ഒരുങ്ങ്, നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്ത്. പരിശുദ്ധമായ റമളാൻ വരുന്നതിന് 2 മാസക്കാലം മുമ്പേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു ആ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്, ഈ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറുകളിൽ ഉസ്താദന്മാർ നിറകണ്ണുകളോടെ അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസം, ആ റമളാൻ മാസത്തെ നിറകണ്ണുകളോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങൾ, പള്ളിയുടെ ഇമാമുമാര് പള്ളിയുടെ മിഹ്റാബിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ആ പരിശുദ്ധമായ റമളാനിനെ സലാം പറഞ്ഞ് യാത്രയാകുകയാണ്. ആ റമളാൻ മാസം വിട പറയുന്നത് യാത്രയാകുകയാണ്. എന്തിനാണ് റമളാൻ? ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോ എന്താണ് പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാം സലാം പറയുന്നത്? എന്തിനെന്നറിയുമോ? റമളാൻ തീരാ പോവുകയാണ്, വിശുദ്ധമായ റമളാൻ വിട പറയാൻ പോകുകയാണ്. അതുകൊണ്ട് പടച്ചവനെ, തയ്യാറെടുക്കണേ, നിങ്ങൾ പ്രയോജനപ്പെടുത്തണേ, നിങ്ങൾ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തണേ എന്ന് പരിശുദ്ധമായ പള്ളികളിൽ ഇമാമുമാര് റമളാൻ വിട പറയുന്ന സലാം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പിരിയാ പോകുകയാണ്. വന്നപ്പോ ഒരുപാട് സ്വീകരണം കൊടുത്തു, റമളാനിനെ സ്വീകരിച്ചു. റമളാനാണെന്നറിഞ്ഞപ്പോ സുജൂദിലേക്ക് വീണിട്ട് ശുക്റിന്റെ സുജൂദ് ചെയ്തു. അൽഹംദുലില്ലാഹ്, റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചു. വീടൊരുക്കി, ഹൃദയമൊരുക്കി, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പരിശുദ്ധമായ റമളാനിനെ പിടിച്ചിരുത്തി. നോമ്പ് പിടിച്ചു, ഖുർആൻ ഓതി, ദിക്റുകൾ പറഞ്ഞു, നന്മകൾ ചെയ്തു, സദഖകൾ കൊടുത്തു, സക്കാത്ത് കൊടുത്തു. എല്ലാ നന്മകളും ചെയ്തിട്ട് റമളാനിനെ നമ്മൾ ആദരിച്ചു, നമ്മൾ ബഹുമാനിച്ചു. എന്നാൽ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥി തിരിച്ചു പോവുകയാണ്. സാധാരണ ഒരു അതിഥിയല്ല ഈ വന്നിരിക്കുന്നത്, സാധാരണ ഒരു അതിഥിയല്ല. നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ പവറുള്ള, നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പവറുള്ള ഒരു അതിഥിയാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ റമളാനിന് ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, ഒരാളെ നരകത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിന് വിധങ്ങൾ നിൽക്കുമ്പോ അതാ തന്റെ സമുദായത്തിലെ ഒരു മനുഷ്യനെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. സബാനിയത്തിന്റെ മലക്കുകൾ ചങ്ങലയിൽ കെട്ടികെട്ട് വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തുമ്പോൾ കരയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എന്നെ ഒന്ന് സഹായിക്കണം നബിയെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം നബിയെ, എനിക്ക് കൂടെ സ്വർഗം വാങ്ങിത്തരണം നബിയെ, നരകം എനിക്ക് പേടിയാ നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് കരയുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകം ദുആ ചെയ്യുന്നു, അല്ലാ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ. ആ ദുആയെ തടയുന്ന ഒരു വസ്തുവുണ്ട് നബിയേ. ആരാ അല്ലാ? എന്റെ ശഫാഅത്തിനെ തടയുന്നതാരാ അല്ലാ? വിശുദ്ധമായ റമളാൻ ഇറങ്ങി വരികയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഇവൻ എന്നെ പരിഗണിക്കാത്തവനാണ്, ഇവൻ എന്നെ ബഹുമാനിക്കാത്തവനാണ്, ഇവൻ എന്നെ ആദരിക്കാത്തവനാണ്, ഇവൻ എന്നെ പരിഗണിച്ചില്ല നബിയേ. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിച്ചല്ലോ, പ്രായമുള്ളവര് പോലും നോമ്പ് പിടിച്ചല്ലോ, രോഗികൾ പോലും നോമ്പ് പിടിച്ചല്ലോ. അതാ കഴിപടച്ചവനെ നടക്കാൻ കഴിയാത്തവർ പോലും നിസ്കരിക്കാൻ തയ്യാറായല്ലോ. അമുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു നബിയേ. എല്ലാവരും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ ഇവൻ എന്നെ പരിഹസിച്ചവനാണ് നബിയേ, പരിഗണിക്കാത്തവനാണ് നബിയേ. അതുകൊണ്ട് ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ. റമളാൻ മാസം അല്ലാഹുവോട് പറയുന്നു, അല്ലാ നീ ആർക്ക് പുറത്തു കൊടുത്താലും, നീ ആരോട് കരുണ കാണിച്ചാലും ഇവനോട് കരുണ കാണിക്കല്ലേ അല്ലാ, ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ. വിശുദ്ധമായ റമളാൻ അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്ന് കരയുകയാ. അല്ലാഹു കൈവിടുകയാണ്, അല്ലാഹു കൈവിടുകയാണ്. പടച്ചവനെ അല്ലാഹു കൈവിട്ടാ നബി തങ്ങൾ കൈവിടുകയാണ്. അവസാനം ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവേ ലോകം കരയുകയാണ്. ലോകത്തുള്ള സർവചരാചരങ്ങളും മനുഷ്യരൊടിച്ച് എല്ലാവരും കരയുകയാണ്. ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലുള്ള കല്ലുകളും വൃക്ഷങ്ങളും ഇലകളും ജന്തുക്കൾ പോലും ഇഴജന്തുക്കൾ വരെ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹുവേ ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഫിത്നയെ കുറിച്ചോർത്ത്, ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഫിത്നയെ കുറിച്ചോർത്ത്. എന്താണ് ഈ ഉമ്മത്തിന്റെ ഫിത്ന എന്നറിയുമോ? റമളാൻ തീരുകയാ, റമളാൻ തീരുകയാണ്. ഇതിനെക്കാളും വലിയ എന്ത് ഫിത്നയാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സർവചരാചരങ്ങളും പരിശുദ്ധമായ റമളാൻ വിട പറയാൻ ഒരുങ്ങുമ്പോ എല്ലാവരും കരയുമ്പോ അല്ലാഹുവേ നമ്മൾ സന്തോഷത്തിലാണ്, പെരുന്നാളിന്റെ വസ്ത്രമെടുക്കാനുള്ള പർച്ചേഴ്സിലാണ്, പടച്ചവനെ കടകളിലാണ്, കമ്പോളങ്ങളിലാണ്. പടച്ചറപ്പേ നമ്മളെല്ലാവരും പെരുന്നാളിന്റെ അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ റമളാൻ തീരാൻ കാത്തിരിക്കുകയാണ്, റമളാൻ തീരാൻ കാത്തിരിക്കുകയാണ്. നാളെ പെരുന്നാളായാ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ റമളാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റമളാൻ എന്ന് പറയുന്ന അതിഥി യാത്ര പറയുമ്പോ മറക്കാൻ കഴിയാത്ത ഒരു യാത്രയപ്പ് നൽകണേ, മറക്കാൻ കഴിയാത്ത ഒരു സ്വീകരണം കൊടുക്കണേ. അല്ലാഹുവേ റമളാനിന് പോലും തോന്നണം, പടച്ചവന് എന്നെ ഇവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, ഞാൻ പിരിയുമ്പോ ഇവന് സങ്കടമാണ്. എങ്ങനെയാണെന്നറിയുമോ? സ്വന്തം മക്കളുടെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോൾ സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട ഒരുമ്മ കരയുമല്ലോ, ഒരു വാപ്പ കരയുമല്ലോ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെ ജനാസ കണ്ട നമ്മൾ കരയുമല്ലോ. അവരുടെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ആ ജനാസ വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിലിൽ കയറ്റികെട്ട് ഇറങ്ങുമ്പോ നിലവിളിയല്ലേ, കരച്ചലല്ലേ, വല്ലാത്ത സങ്കടമല്ലേ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോ സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയണം, അല്ലാഹ്
റമളാൻ പിരിയുന്നതിൽ വല്ലാത്ത സങ്കടമല്ലാ. തീർന്നു പോയല്ലോ എന്റെ സർവ്വ സന്തോഷങ്ങളും പോയല്ലോ. അല്ലാഹുവേ കരയുകയാണ്, സുജൂദിൽ കിടന്ന് കരയുകയാണ്, റമളാൻ തീരുന്നതിന്റെ പേരിൽ സങ്കടപ്പെടുകയാണ്. അല്ലാഹുവേ അങ്ങനെ റമളാനിനെ യാത്രയാക്കിയാൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് റമളാൻ നമ്മളെ തേടി വരികയാ. റമളാൻ നമ്മളെ തേടി വരികയാ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാഹുവേ നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് തെരഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം റമളാനാ. 2 ആയിരക്കണക്കിന് ഖത്ം ഓതിയില്ലേ ഉമ്മാ? സഹോദരങ്ങളെ, ഖുർആൻ ഓതിയില്ലേ? ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തില്ലേ? ഈ ഖുർആനിന് നാളെ ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ടെന്നാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഖുർആനിന്റെ തണലിലാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ ഖുർആൻ നാളെ ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജുസ് ഓതിയവരുണ്ടോ? ഒരു ഖത്ം ഓതിയവരുണ്ടോ? ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്തവരുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ മറക്കൂല. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പടച്ചവനെ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ആ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധമായ കലാമായ ആ പരിശുദ്ധമായ ഖുർആനിനെ ആദരിച്ചവരെ, ബഹുമാനിച്ചവരെ, അല്ലാഹുവേ പള്ളികൾ അലങ്കരിച്ചവരുണ്ടല്ലോ. ഖുർആൻ ഓതുന്ന സ്ഥലം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളിരുന്ന് ഖുർആൻ ഓതുകയാ. അലിയാര് തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഖത്താബിന്റെ മകൻ ഉമറേ, നീ അല്ലാഹുവിന്റെ പള്ളി പ്രകാശിപ്പിച്ചല്ലോ, നീ അല്ലാഹുവിന്റെ ഭവനം പ്രകാശിപ്പിച്ചല്ലോ, ഇതുപോലെ അല്ലാഹു നിന്റെ ഖബറും പ്രകാശിപ്പിക്കട്ടെ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനാണ് നമ്മൾ ഓതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഖത്തമാണ്, അതിന്റെ ദുആയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും അൽഹംദുലില്ലാ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഖത്തം ഓതി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനെല്ലാം ആത്മാർത്ഥമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അത് മുഴുവനും നമുക്ക് ഹദിയ ചെയ്യാൻ കഴിയണം. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹാന്മാർ, ഉലിയാക്കന്മാർ, നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കൾ, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ, കൂട്ടുകാർ, ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾ എല്ലാവർക്കും അൽഹംദുലില്ലാ അവർക്ക് ഹദിയ ചെയ്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മിസ്ൽ സവാബ് അല്ലാഹു എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ സമയമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയണം. സക്കാത്ത് കൊടുക്കാത്തവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയമുണ്ട്. ഏതു മാസത്തിൽ വേണമെങ്കിലും സക്കാത്ത് കൊടുക്കാം. റമളാനിൽ നിർബന്ധമായി സക്കാത്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ റമളാനിൽ കൊടുക്കുന്ന സക്കാത്തിന് പ്രതിഫലം കൂടുതലാണ്. റമളാൻ മാസത്തിൽ അധികമായിട്ട് സദഖ ചെയ്യുന്നവരുണ്ട്. ആ സദഖ ചെയ്യുന്നവർക്ക് അധികമായി പ്രതിഫലം കിട്ടുന്നത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ദുആ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമുക്കൊരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ സദഖ കൊടുത്തിട്ടുള്ള ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയമാണ്. ഫിത്ർ സക്കാത്ത് നമ്മുടെ നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയാൽ നമ്മൾ സഹുവിൻ്റെ സുജൂദ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഈ പരിശുദ്ധമായ റമളാനിലെ ഈ റമളാൻ മാസത്തിൽ 29 നോമ്പ് പിടിച്ചു, നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റുകൾ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, നമ്മൾ മനുഷ്യരാ, മലക്കുകളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ വന്നു പോകാം. എന്തെങ്കിലുമൊക്കെ ആ വന്നുപോയ പിഴ
പിഴവുകൾ മുഴുവനും അള്ളാഹു പുറത്തു തരാനുള്ള വഴിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫർദ് നിസ്കാരങ്ങൾ അതിലുള്ള പോരായ്മകൾ അള്ളാഹു പുറത്തിരുന്ന സുന്നത്ത് നിസ്കാരത്തിലൂടെയാ. അതുപോലെ ഈ ഫർദായ നോമ്പ്, ഈ നോമ്പിലെ പോരായ്മകൾ പുറത്തു തരാനുള്ള ഒരു വഴിയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. നമ്മുടെ അമലുകൾ മുഴുവനും ഈ ആകാശത്ത് നിൽക്കുമെന്ന ഭൂമിയിൽ തന്നെ അത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു പോകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന ഫിത്ർ സക്കാത്ത് ഏകദേശമുള്ള എല്ലാവർക്കും നിർബന്ധമാ. പെരുന്നാളിൻ്റെ അന്ന് കഴിക്കാനും ധരിക്കാനും നിന്റെ സർവ്വ ചെലവുകളും കഴിഞ്ഞ് ഒരു മാന്യമായ തുക 10,000, 10,000, 20,000, 25,000 രൂപ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ. അത് ആർക്കെങ്കിലുമല്ല, അതിന്റെ അവകാശികളെ കണ്ടെത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കൂടെ ഞാനും നിങ്ങളും തയ്യാറാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോൾ ആ റമളാനിനെ നല്ല രീതിയിൽ യാത്രയാക്കുക. പെരുന്നാളിന്റെ ആഘോഷം കടന്നു വരുമ്പോൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ദിവസമാണ്, അടിച്ചുപൊളിയുടെ ദിവസമാണ് എന്ന് ഞാനും നിങ്ങളും കരുതുമ്പോൾ ഒരിക്കലും പെരുന്നാൾ സന്തോഷത്തിന്റെ ദിവസമാ, ആഘോഷത്തിന്റെ ദിവസമാ. പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാകണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരു മാസക്കാലമായി എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകാരായിരുന്നവർ തീരുമാനിച്ചിരിക്കുകയാ, റമളാൻ പെരുന്നാളായി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് കറങ്ങാൻ പോകണം. എത്ര വഖ്ത് നിസ്കാരം കളയുന്നു, ളുഹറുമില്ല അസറുമില്ല, കറങ്ങാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരുണ്ട്. പടച്ചവനെ, ഒരു മാസക്കാലമായി സിനിമ കാണാതിരിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്നവർ റമളാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ കുടുംബസമേതം സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, കറങ്ങാൻ പോകുന്നവരുണ്ട്, നിസ്കാരം കളയാക്കുന്നവരുണ്ട്, ബീച്ചിലും പാർക്കിലുമായി കറങ്ങി നടക്കുന്നവരുണ്ട്. എല്ലാം നിങ്ങൾ ചിന്തിക്കടോ, പൂർവാധികം ശക്തിയോടെ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ വരികയാണ്. അവന്റെ ചതിയിൽ നമ്മൾ പെട്ടുപോകരുത്, അവന്റെ ചതിയിൽ നമ്മൾ പെട്ടുപോകരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതുകൊണ്ട് ആ ശൈത്താനിന്റെ അടിമയാകാതിരിക്കാൻ നമ്മൾ തയ്യാറാകണം, നന്മകൾ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഫിത്ർ സക്കാത്ത് പോലും കൊടുക്കത്തില്ല, സദക്ക കൊടുക്കാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ളുഹറിന് മുമ്പ് ഞാനൊരു ഹദീസ് വായിച്ചു. ഒരു ഹദീസ് വായിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ടുണ്ടാക്കിയ ദിർഹം, ഒരു ദിനാറ്, ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായ ഒരു ദിർഹം കണ്ടപ്പോൾ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസ് അത് എടുത്ത് തന്റെ കണ്ണിലേക്ക് ചേർത്ത് വെച്ചു. ആദ്യമായിട്ടുണ്ടാക്കിയ ആ പൈസ കണ്ടപ്പോ ഇബ്ലീസ് അതെടുത്തവന്റെ കണ്ണിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൻ പറഞ്ഞ ഒരു മറുപടി, ആര് ഈ പണത്തെ, ഈ സമ്പത്തിനെ ആരിഷ്ടപ്പെടുന്നു അവൻ എൻ്റെ അടിമയാ. ആ ഇബ്ലീസ് പറഞ്ഞ ഒരു വാക്ക്, ആരാണോ ഇതിനെ ഇഷ്ടപ്പെടുന്നത്, ആരാണോ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നത്, അവൻ എൻ്റെ അടിമയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, കള്ളു കുടിക്കുമ്പോൾ കള്ളിനു ലഹരിയുണ്ട്, കഞ്ചാവ് അടിക്കുമ്പോൾ കഞ്ചാവിനു ലഹരിയുണ്ട്, ഇതുപോലെ സമ്പത്തിനും ഒരു ലഹരിയുണ്ട്. സമ്പത്തിനും ഒരു ലഹരിയുണ്ട്. അത് മനുഷ്യന് പിടിപെട്ട് കഴിഞ്ഞാൽ അതാണ് 99 രൂപ ഉണ്ടാക്കുന്നവന് 100 തികയ്ക്കണം, 999 എത്തവൻ 1000 തികയ്ക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടി വെക്കുന്നു, വാരി കൂട്ടുന്നു, തൃപ്തി അണയാൻ പറ്റുന്നില്ല. എത്ര കിട്ടിയിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ആഗ്രഹം തീരുന്നില്ല, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സമ്പത്ത് അത് അള്ളാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാ, അള്ളാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാ. അത് തഴമ്പോ താടിയോ കുടുംബ മഹിമയോ സ്നേഹം കൊണ്ടോ ഇതൊന്നും കൊണ്ട് തന്നതല്ല അല്ലാഹ്. അത് പടച്ച റബ്ബ് പരീക്ഷിക്കാൻ തന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകണം. മഹാനായ നബിതങ്ങൾ പറഞ്ഞല്ലോ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ട്? അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകൻ, ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകൻ. എന്നാൽ ആ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന പ്രവാചകൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബി? അല്ലാഹുമ്മ ഹീനി മിസ്കീന വഅമിത്നി മിസ്കീന. അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു മാസക്കാലം തന്റെ വീടിനകത്ത് തീ പുകയാത്ത പ്രവാചകൻ, പച്ചില പറിച്ചു തിന്ന പ്രവാചകൻ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടന്ന പ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളോളം അരിയാഹാരം കാണാത്ത പ്രവാചകൻ. ആ പ്രവാചകനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുതൽ മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. ഈ ലക്ഷക്കണക്കിന് സ്വഹാബത്തിൽ ഏറ്റവും അവസാനം കിടക്കുന്ന സ്വഹാബി എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു.
എന്തുകൊണ്ട്? ഏറ്റവും വലിയ സമ്പന്നനായതുകൊണ്ട്. അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സഹാബിയ, സാധാരണ ഒരു സഹാബിയല്ല. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയാ, ഒരിക്കൽ ആയിഷ ബീബി ഒരു ശബ്ദം കേൾക്കുന്നു. എന്തേ ശബ്ദം കേൾക്കുന്നത്? അപ്പോഴാ പറഞ്ഞത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കച്ചവടം കഴിഞ്ഞിട്ട് ആ കച്ചവടം കഴിഞ്ഞ് ലാഭം കൊണ്ടുവന്നിറക്കുന്ന ശബ്ദമാ. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞത് സത്യമാ, നബി തങ്ങൾ പറഞ്ഞത് സത്യമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട ഒരാള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലയോട് പറയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞപ്പോ അവിടെ നിന്ന് ഓടി വന്നു. ആയിഷ ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്തേ ഉമ്മ, നബി തങ്ങൾ പറഞ്ഞത് സത്യമായി എന്ന് പറഞ്ഞല്ലേ, എന്താ? ഒരുപാട് ചോദിച്ചപ്പോ പറഞ്ഞു, അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് നിങ്ങളാണ്. കാരണം സമ്പത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആ കിട്ടിയ ലാഭവീതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, ഇങ്ങനെ കൊടുത്ത ഒരു മനുഷ്യൻ, ഇങ്ങനെ കൊടുത്ത ഒരു സഹാബിയ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിലേക്ക് പാവപ്പെട്ടവൻ കടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പണക്കാർ സ്വർഗത്തിലേക്ക് കടന്നു പോകൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാണ് സമ്പത്ത് എന്ന് മനസ്സിലാക്കി അത് പാപങ്ങൾക്ക് അവകാശപ്പെട്ടത് സക്കാത്ത് അതിൻ്റെ അവകാശികളെ കണ്ടെത്തി നിങ്ങൾ കൊണ്ടുപോയി കൊടുക്ക്. ഫിത്ർ സക്കാത്ത് അൽഹംദുലില്ലാഹ് അതിൻ്റെ അവകാശികളെ കണ്ടെത്തി കൊണ്ടു കൊടുക്ക്. അതിലുപോലെ പള്ളിക്കും പാവങ്ങൾക്കും യതീമീങ്ങൾക്കും രോഗികൾക്കും അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു കൊടുക്ക്. കാരണം ഇനി ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. ഇത് അവസാനത്തെ റമളാനാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുർആൻ ഖത്തമോദിയതിൻ്റെ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കിന് ഖത്തമോദിയിട്ടുണ്ട്. മറ്റു ഗ്രൂപ്പിൽ പറഞ്ഞു എത്ര വന്നു? അൽഹംദുലില്ലാഹ്. എത്രയാണ് ഖത്തമുൽ ഖുർആൻ? ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കിന് ഖത്തമുൽ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇസ്തിഗ്ഫാറുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് ഹദിയ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയതും നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒരു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താണ് 70 അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രത്യേകത? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇസ്തിഗ്ഫാർ പറയാൻ. അപ്പൊ ആ സഹാബത്ത് ചോദിച്ചു, എത്ര നബിയെ? 70 പ്രാവശ്യം പറയാൻ. അപ്പൊ ചോദിച്ചു, എന്താണ് 70 ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത എന്താ? നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഒരു ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്. അതുകൊണ്ട് അധികമായിട്ട് ഇസ്തിഗ്ഫാറുകൾ പറ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് തൗബ ചെയ്യുന്നവരെ. തൗബ ചെയ്യുന്നവർ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതിന് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട, ഒരു ഇസ്തിഗ്ഫാർ മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ് അതും തൗബയാണെന്ന് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇസ്തിഗ്ഫാർ പറ. അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ
العظيم أستغفر الله 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 العظيم അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ആരെല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയോ, ദിക്റുകൾ പറഞ്ഞോ, അൽഹംദുലില്ലാഹ് സ്വലാത്തുകൾ പറഞ്ഞോ, എന്താണോ ആ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഓതിയത് നിങ്ങൾ ഹദിയ ചെയ്യും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്ത് എന്താ? മരിച്ചവർക്ക് വേണ്ടി ഓതിയവരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തമായി ഓതിയവരുണ്ട്. ഈ ദിക്റുകൾ എന്തിനു വേണ്ടിയാണോ? രോഗം മാറാൻ വേണ്ടി. അൽഹംദുലില്ലാഹ് മജ്ലിസിലെ ദുആ കൊണ്ട് എത്രയോ പേരുടെ പ്രയാസങ്ങളൊക്കെ മാറിയല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് അതിനു വേണ്ടി ചെയ്തവരുണ്ട്. എന്താണോ നിങ്ങൾ ചെയ്തത്, എന്താണോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്തുകൾ, എന്താ ആ നിയ്യത്ത്? ഖുർആനിനെക്കാളും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 7 ആയത്തുകൾ തന്നെ ശിഫാഇന്റെ ആയത്താ. സൂറത്തുൽ ഫാത്തിഹ ശിഫയാ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, ഒരു രോഗം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ട് ഒരു വെള്ളത്തിൽ ഊതി നിങ്ങൾ കുടിച്ചു നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വേദനയുള്ള ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ഓതി നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫാത്തിഹ ശിഫയാ. സൂറത്തുൽ ഫാത്തിഹ ശിഫയാണെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആയത്തുൽ ഖുർസി, എൻ്റെ പ്രിയപ്പെട്ടവരെ ആയത്തുൽ ഖുർസി എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവിധ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ശൈത്താന്റെ സിർറുകൾ, സിഹ്ർ ബാധിച്ചവർ, പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രാത്രി കിടന്ന് ദുസ്വപ്നങ്ങൾ കാണുന്നവർ, ഉറങ്ങാൻ പറ്റാത്തവർ, നിങ്ങളൊരു ആയത്തുൽ ഖുർസി പാരായണം ചെയ്യ്. ഒരു വീടിനകത്ത് ശൈത്താനിന്റെ ഉപദ്രവമുണ്ടോ, ആ വീട്ടിലേക്ക് നിങ്ങൾ കയറുന്ന സമയം നിങ്ങൾ ആയത്തുൽ ഖുർസി പാരായണം ചെയ്യ്. ആ ചെയ്യുന്നതിലൂടെ അതിന്റെ പ്രയാസം മാറുമല്ലോ. എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന ഹദീസ് ഉണ്ടല്ലോ, ഇബ്ലീസല്ലേ പഠിപ്പിച്ചു കൊടുത്തത്, ഇബ്ലീസല്ലേ പറഞ്ഞു കൊടുത്തത്, ആയത്തുൽ ഖുർസി പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഒരു വീട്ടിൽ വല്ലാതെ ശൈത്താനിന്റെ ശർറുകളുണ്ട്, പലരും പറയുന്നു വരക്കുപോക്കുണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. സൂറത്തുൽ ബഖറ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ ഒരു വീടിനകത്ത് പാരായണം ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വീടിനകത്ത് എല്ലാ ശർറു മുസീബത്തുകളും മാറും, എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും മാറും. ഒരു സൂറത്തുൽ ബഖറ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതി നോക്ക്, നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യം മാറാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ഈ സൂറത്തുൽ വാഖിഅ മഗ്രിബിന്റെ ഇടയിൽ, ഇശാഇന്റെ ഇടയിൽ ആരെങ്കിലും ഒരു വീടിനകത്ത് പാരായണം ചെയ്താൽ ദാരിദ്ര്യം മാറുമല്ലോ. ദാരിദ്ര്യമാണല്ലോ എല്ലാവർക്കും ഭയം. എൻ്റെ സമ്പാദ്യം തീർന്നു പോകുമല്ലോ, എൻ്റെ മക്കൾ പട്ടിണിയായി പോകുമല്ലോ, അവരുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതം ഈ ഒരു ദാരിദ്ര്യ ഭയം കൊണ്ടാണല്ലോ. എൻ്റെ സഹോദര, നിങ്ങളുടെ മക്കളെ വിവാഹം നടത്തണോ? ഒരു ഉമ്മ ഉസ്താദേ ദുആ ചെയ്യണം, മകളുടെ വിവാഹമാണ്, വലിയ പ്രയാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യ്. ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തൂല. ഉസ്താദേ വീട്ടിൽ വന്ന് ദുആ ചെയ്യണം, തങ്ങളെ വീട്ടിൽ വന്ന് ദുആ ചെയ്യണം ആഗ്രഹിക്കുന്നവരുണ്ട്, മുതല്ലിമീങ്ങളെ കൊണ്ടുപോകുന്നവരുണ്ട്. എടോ, അല്ലാഹുവിന്റെ മലക്കുകൾ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകൾ വീട്ടിലേക്ക് വരും ദുആ ചെയ്യാൻ.
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വീട്ടിൽ വരും ദുആ ചെയ്യാൻ. ഒരു സഹാബി പറയാ, വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ വീട്ടിൽ കെട്ടിക്കിട്ടിരിക്കുന്ന ഒട്ടകം കിടന്ന് ചാടുകയാ, ബഹളം വെക്കുകയാ. ഖുർആൻ ഓതുന്നത് നിർത്തിയിട്ട് വെളിയിലിറങ്ങുമ്പോൾ ഒട്ടകം ശാന്തമാകുന്നു. സഹാബി പിന്നെയും വീടിനകത്ത് കയറി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഒട്ടകം തന്റെ വീട്ടിനകത്ത് കെട്ടിയിരിക്കുന്ന കുതിരകൾ കടന്നുകൊണ്ട് ചാടുകയാ. സഹാബി വീണ്ടും പേടിച്ച് വീടിന്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ കുതിരകളൊക്കെ മിണ്ടാതെ നിൽക്കുന്നു. സഹാബി മൂന്നാമതും വീടിനകത്ത് കയറി അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ ഇത് ചാടുന്നത് കണ്ടപ്പോ ഖുർആൻ ഓതുന്നത് നിർത്തി. സുബഹിക്ക് പള്ളിയിൽ ചെന്നപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ വളരെ അത്ഭുതത്തോടു കൂടി പ്രവാചകനോട് പറഞ്ഞു, നബിയേ, എന്റെ വീടിനകത്ത് ഇന്നലെ ഞാൻ ഖുർആൻ ഓതുമ്പോൾ വീട്ടിൽ കെട്ടിയിരുന്ന ജന്തുക്കൾ, മൃഗങ്ങൾ, ആ ഒട്ടകവും കുതിരയൊക്കെ വല്ലാതെ കടന്ന് പേടിച്ചു വരണ്ട് ചാടുന്നു നബിയെ. നബി തങ്ങൾ ചോദിച്ച ചോദ്യം, ഏത് സൂറത്താ പാരായണം ചെയ്തത്? ഏത് സൂറത്താ പാരായണം ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബി പറയുന്നു, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാനാണ് പാരായണം ചെയ്തത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തു. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ടാണ് ആ മൃഗങ്ങൾ കിടന്ന് ചാടിയത് എന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റഹ്മത്തിന്റെ മാലാകമാർ വീട്ടിലേക്ക് ദുആ ചെയ്യാൻ ഇറങ്ങി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിലേക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വന്നു. സൂറത്തു യാസീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു യാസീൻ. ഉസ്താദെ, എന്റെ രോഗം മാറണം, എന്റെ പ്രയാസം മാറണം, എനിക്ക് ജോലി വേണം, എനിക്ക് മക്കളുണ്ടാകണം. ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നൂറുകണക്കിന് ആഗ്രഹങ്ങളുണ്ട്. പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതവും. ഇപ്പൊ ഇലക്ഷന്റെ ചൂടാ, എല്ലാവരും തിരക്കില. റമദാനൊക്കെ പോയി, എല്ലാവരും ഇലക്ഷന്റെ ചർച്ചകളും ഇലക്ഷന്റെ തീരുമാനങ്ങളിലും. എന്റെ പ്രിയപ്പെട്ടവര്, രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സമയത്താ ഒരു ഇലക്ഷൻ കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട സമയം, എല്ലാവരും ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യേണ്ട സമയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി അവകാശികളെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി നിൽക്കേണ്ട ഒരു സമയം. പല രാഷ്ട്രീയമാണെങ്കിലും എന്തുമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് നമ്മൾ നോക്കുക. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് നമ്മൾ നോക്കേണ്ടത്. ആരെ പരാജയപ്പെടുത്തണം? നമുക്ക് വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ നമ്മുടെ പരസ്പരമുള്ള പേഴ്സണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിന്റെ പേരിൽ വാശി കാണിക്കേണ്ട സമയമല്ല. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ. ഇന്ത്യൻ മുസൽമാൻ ഇവിടുത്തെ അവകാശം, അവന് ഇവിടുത്തെ അംഗമാണ് എന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള ആ ഒരു പൗരത്വം പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ് ഇലക്ഷൻ കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ ഭാഗത്ത് നിൽക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിലെ പ്രയാസം. എന്റെ പ്രിയപ്പെട്ടവരെ, യാസീനോദ്. ഇന്നാണ് റമദാൻ തീരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പെരുന്നാളാണെന്ന് അറിയുമ്പോൾ സന്തോഷമല്ല നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സങ്കടമാണ് വേണ്ടത്. റമദാൻ തീർന്നു പോയതോർത്തിട്ട്, റമദാൻ തീർന്നു പോയല്ലോ എന്നോർത്തുള്ള ഒരു സങ്കടമുണ്ടാകണം. അല്ലാതെ ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടലല്ല. റമദാൻ പോകുമ്പോ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറ്റണം. അൽഹംദുലില്ലാഹ് 30 ദിവസം 29 ദിവസം നമ്മൾ നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും തറാവീഹ് നിസ്കരിച്ചതും തസ്ബീഹ് നിസ്കരിച്ചതും സദഖ കൊടുത്തതും ഖുർആൻ ഓതിയും ദിക്ർ പറഞ്ഞതും ഇത് മുഴുവനും അല്ലാഹുവേ നീ എൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയല്ലേ അല്ലാ. എൻ്റെ ഈ നോമ്പിന്റെ പ്രതിഫലം നീ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കല്ലേ അല്ലാ. നാളെ നിന്റെ മുമ്പിൽ വരുമ്പോ നീ ആരെ കാണാനാണോ ചെയ്തത് അവന്റെ അടുക്കൽ പോയി വാങ്ങടാ എന്ന് പറഞ്ഞ് അല്ലാഹു ആട്ടി ഓടിക്കുന്ന അവസ്ഥ വരരുത്. അല്ലാഹുവേ, വന്ന പോരായ്മകളൊക്കെ പുറത്തു തരണേ എന്ന് ആ വിട പറയുന്ന സമയം. ഇന്ന് തറാവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തറാവി ഉണ്ടെങ്കിൽ തറാവീഹ് നിസ്കാരത്തിന് ശേഷം, ഇല്ലെങ്കിൽ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു യാസീൻ ഓതിയിട്ട് ഈ റമദാനിനെ സന്തോഷിപ്പിച്ച് യാത്രയാക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ നമ്മുടെ കയ്യിൽ പിടിക്കൂ. അല്ലാതെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പട്ടിണിയിരുന്ന സ്വർഗത്തിൽ പോകാം, നോമ്പ് പിടിച്ചാൽ സ്വർഗത്തിൽ പോകാം. സഹോദര, നോമ്പെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ളതാ. അതാണ് നബൈതു സൗമഗദിൻ നദാഇ ഫർദ് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. അല്ലാഹന
അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് നോമ്പിന്റെ പ്രതിഫലം സ്വർഗമോ നരകമോചനമോ റഹ്മത്തോ മഗ്ഫിറത്തോ ഒന്നുമല്ല. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ. അള്ളാഹുവിന് മാത്രമേ നോമ്പിന്റെ പ്രതിഫലം അറിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. റമളാൻ തീർന്നാൽ 6 മാസം അവർ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, റമളാനിൽ പിടിച്ചത് സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹ് ഞാൻ പിടിച്ച നോമ്പ്, ഞാൻ ചെയ്ത നന്മകൾ മുഴുവനും സ്വീകരിക്കണേ എന്ന് 6 മാസക്കാലം അവർ ദുആ ചെയ്യും. കഴിഞ്ഞ റമളാനിൽ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ, പിന്നീടുള്ള 6 മാസക്കാലം റമളാനിലേക്ക് ആയുസ് തരണേ എന്ന് പറഞ്ഞാൽ 12 മാസവും ദുആ, 12 മാസവും റമളാനിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നവർ. റമളാനിൽ നോമ്പ് പിടിച്ചത് സ്വീകരിക്കാനും വരാനിരിക്കുന്ന റമളാനിലേക്ക് ആയുസ് തരാനും. ഞാൻ നിർത്തുകയാ. ഒറ്റ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, എൻ്റെ ചെറുപ്പക്കാർ ഓർക്കണം, എൻ്റെ ഉമ്മ പെങ്ങന്മാർ ഓർക്കണം. റമളാൻ മാസം വന്നിട്ട് ഈ റമളാൻ നമുക്ക് അനുകൂലമായില്ലെങ്കിൽ, നമ്മുടെ പാപം പുറത്തില്ലെങ്കിൽ, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ, മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോഴാ മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്തു. റമളാൻ എന്ന് പറയുന്ന മാസം ഒരാളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അവന്റെ പാപം പുറത്തില്ലെങ്കിൽ, അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, പിന്നെ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ദുആയ്ക്ക് ഉത്തരമുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും 101% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഇനി അടുത്ത റമളാനിൽ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. ഈ റമളാൻ നഷ്ടമായി അടുത്ത റമളാനിന് മുമ്പെങ്ങാനും മരണപ്പെട്ടു പോയാൽ, ഒരു റമളാനിൽ, ഈ റമളാൻ അല്ലാഹു നമുക്ക് നൽകിയിട്ട് ആ റമളാനിൽ നന്നാകുവാനോ പാപം പൊറുപ്പിക്കുവാനോ റഹ്മത്ത് നേടാനോ മഗ്ഫിറത്ത് നേടാനോ സ്വർഗ്ഗപ്രവേശനം നേടാനോ അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത റമളാനിന് മുമ്പ് മരിച്ചുപോയാൽ നമ്മൾ ഭയപ്പെടണം. അടുത്ത റമളാനിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഭയപ്പെടണം. നമുക്കുണ്ടാകുന്ന നഷ്ടം വല്ലാത്ത നഷ്ടമാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ആ പള്ളിക്ക് കിണർ കുഴിക്കുന്നതിലേക്ക് ഒരു സഹോദരി, ഉസ്താദെ 2000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ് അവർക്ക് ക്യാൻസർ രോഗമാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മാരകമായി അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അവരുടെ വേദനകളും പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ആ സഹോദരിക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ ശർറു മുസീബത്തുകൾ, ഇടങ്ങേറും പ്രാക്കും ശാപവും കണ്ണീറും അപകടങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ അൽഹംദുലില്ലാ അല്ലാഹു 30 നോമ്പും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് നാളെ പെരുന്നാളാകണമെന്ന സഹോദര, ഒരു നോമ്പ് കൂടെ പിടിക്കാൻ കിട്ടുന്നൊരവസരം അത് നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നോമ്പ് കൂടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിത്ർ സക്കാത്തിന്റെ കാര്യം മറന്നു പോകരുത്. എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ കഴിഞ്ഞാലുള്ള 6 നോമ്പ് വലിയ പ്രതിഫലം കിട്ടുന്ന നോമ്പാണ്. നമ്മൾ നിസ്സാരമായി കാണേണ്ട നോമ്പല്ല. ആ 6 നോമ്പിന് വലിയ പ്രതിഫലമുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. അതിന്റെ പ്രതിഫലമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ 6 നോമ്പ് കൂടെ പിടിക്കണം. ഇത്രയും ദിവസം നോമ്പ് പിടിച്ച് നമുക്ക് വലിയ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയമാണ്, ഏറ്റവും കൂടുതൽ ചൂടും പ്രയാസമുള്ള സമയം. എല്ലായിടത്തും മഴ പോലും ഇല്ല. പല സ്ഥലങ്ങളിലും ഇതിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നു. നമ്മുടെ നാടുകളിലും പരിസരങ്ങളൊക്കെ മഴയില്ലാത്തത് കാരണം വെള്ളമില്ല. പള്ളികളിൽ പോലും ക്ഷാമമുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓതിയ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പറഞ്ഞ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇതുവരെ പാരായണം ചെയ്യാത്തവർ കാണും. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമുക്ക് ഖുർആനിന്റെ ഖത്തം ഓതിയ പ്രതിഫലം കിട്ടാനുള്ള ഒരു വഴിയാണ് ഇൻഷാ അല്ലാഹ്. എടോ, ഖുർആൻ എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും കാണാതെ പഠിച്ചതാ, പക്ഷെ ഓതിയെടുക്കുന്നില്ല. ഖുർആൻ മറന്നു കളയുന്നത് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നൊരു പാപമാണ്. അതുകൊണ്ട് ഈ പഠിച്ചുപോയ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സൂറത്തൊന്ന് ഓതാം. അൽഹംദുലില്ലാഹ്, ഖുർആനല്ലേ, ദിക്റുകളൊന്നും അല്ലല്ലോ. ഈ പറയുന്ന ഈ ഓതുന്ന ഖുർആനിന് പ്രതിഫലമുണ്ടല്ലോ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് സൂറത്തുകൾ നമുക്കൊന്ന് ഓതാം. അൽഹംദുലില്ലാഹ്, നമുക്ക് നമ്മൾ മദ്രസയിൽ പഠിച്ച ആ ചെറിയ സൂറത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ
وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآبى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات سبحا فأثرن به نكعا فبسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدا في عمد ممددا بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل
فيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف معقول بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم من صلاتهم ساهون الذين هم يراعون ويمنعون الماعون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله സ്വീകരിക്കും മാറാകട്ടെ എല്ലാവരും ഒരു ആയത്തിൽ കുർസിയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين وذكر أفضل ذكر لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم الله سيكريكم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزله المقعد المقرب عندك يوم القيامة أرحم رحيماയ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ കാരുണ്യവാനായ പടച്ച റബ്ബേ റമളാൻ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് നോമ്പുകാരായി നിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിരക്കണക്കിന് ഖത്മോദി നിനക്കിഷ്ടപ്പെട്ട ദിക്റുകൾ പറഞ്ഞ് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞ് ഇഖ്ലാസ് പാരായണം ചെയ്ത് പടച്ചവനെ നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾ ഓതിയതും ഞങ്ങൾ പറഞ്ഞതുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ പോരായ്മകളൊക്കെ നീ പൊറുക്കണേ അല്ലാ അല്ലാഹുവേ ആരെല്ലാം പടച്ചവനെ ഖുർആൻ ഓതിയോ ഇത് മുഴുവനും പടച്ചവനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും റൗളകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ പടച്ചവനെ ശുഹദാക്കൾ സഹാബത്ത് താബീങ്ങൾ തബഉ താബീങ്ങൾ ഇമാമുമാർ ഔലിയാക്കന്മാർ സയ്യിദന്മാർ പണ്ഡിതന്മാർ ഹാഫിളീങ്ങൾ പടച്ചവനെ ഇത് ഓതിയവരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയവർ അല്ലാഹുവേ ഈ മജ്ലിസിൽ ഇരുന്ന് ആമീൻ പറയുന്നവർ ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ
പോയവർ, പടച്ചവനെ ഈ പള്ളിയുടെ പരിസരത്ത് ഖബറടക്കപ്പെട്ടവർ എല്ലാവരുടെ ഖബറുകളിലേക്ക് നീ ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗ്ഗ കവാടം തുറക്കണേ അല്ലാ. സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ലാ. സ്വർഗ്ഗത്തിന്റെ പടിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മടിയറയാക്കണേ അല്ലാ. കാലിന്റെ ഭാഗത്ത് സ്വർഗ്ഗം രാവിലെയും വൈകിട്ടും തുറന്ന് കാണിക്കുന്ന ഖബറാക്കണേ അല്ലാ. അല്ലാഹുവേ നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ. മരിച്ചുപോയവരെ മറന്നു പോകുന്നവരാക്കല്ലേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാര്, ഞങ്ങളുടെ കാരണവന്മാര്, ഞങ്ങളുടെ ഉസ്താദന്മാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ മരണപ്പെട്ടു പോയവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ല അല്ലാ. കിഡ്നി രോഗം തരല്ല അല്ലാ. ലിവർ രോഗം തരല്ല അല്ലാ. സ്ട്രോക്ക് തരല്ലേ അല്ലാ. ബ്ലോക്ക് തരല്ലേ അല്ലാ. ശരീരം തളർത്തി കിടത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കുടുംബക്കാര് മുഴുവനും സ്വന്തം മക്കൾ മരിക്കാൻ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ലേ തമ്പുരാന്. റഹ്മറഹീമായ അല്ലാ, കരുണക്കടലായ അല്ലാ, ഞങ്ങള് രോഗികളാ അല്ലാ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ട് റബ്ബേ. ഷാഫിയായ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അറുത്ത് മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. സമാധാനമുള്ള ജീവിതം തരണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ തരല്ലേ അല്ലാ. ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ അടിച്ചിറക്കുന്ന മക്കളാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ തൗബ ചെയ്തു മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം ഇവിടെ എല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ പടച്ചവനെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാന്. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. വീടുകളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ അവരുടെ ഭാര്യമാരിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. മക്കളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. ആയുസ്സിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. ഈമാനിൽ ബറക്കത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും നീ മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അർഹമുറഹീമായ അല്ലാ. പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും തല താഴ്ത്തേണ്ട അവസ്ഥ വരുത്തല്ലേ
കൊടുക്കല്ലേ നാഥാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല അല്ലാ. പടച്ചവനെ, ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഖുർആൻ ഓതിയോ, ദിക്റുകൾ പറഞ്ഞോ, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞോ, ഇഖ്ലാസ് പാരായണം ചെയ്തോ, അല്ലാഹുവേ, ഖുർആനിന്റെ തണലിൽ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. അവർ ഖുർആനിനെ സ്നേഹിക്കുന്നവരാ അല്ലാ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, പ്രവാസികളായ സഹോദരങ്ങൾ വലിയ പരീക്ഷണത്തിലാണ് റബ്ബേ. ജോലി കൊടുക്കണേ അല്ലാ, ഉള്ള ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ ഈ നാട്ടിലുണ്ട് തമ്പുരാന്. പടച്ചവനെ, ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അവരെ പെടുത്തണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ആരെല്ലാം ഓൺലൈനിലൂടെ ഈ വഅദ് കേൾക്കുന്നവരുണ്ടോ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ടോ, നാഥാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് ഈ മജ്ലിസിനകത്ത് ആരെല്ലാം ഒരുമിച്ച് കൂടിയോ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഈ ഖുർആൻ ഓതിയതിൽ വല്ല പിഴവുമുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാന്. ഒരുപാട് രോഗമുള്ളവരുണ്ട് പടച്ചവര്, ഖുർആനിനോടുള്ള ഇഷ്ടം കാരണം വന്നവരാണ് റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സഹായിച്ചവരുണ്ടോ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാന്. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ സ്വീകരിക്കണേ തമ്പുരാന്. നിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഞങ്ങളുടെ മുഖത്തേക്ക് നോമ്പ് വലിച്ചെറിയല്ലേ അല്ലാ. പട്ടിണി ഇരുന്നത് വെറുതെയാക്കല്ല അല്ലാ. ലൈലത്തുൽ ഖദർ ലഭിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല അല്ലാ. പടച്ചവനെ, മരണം പെട്ടെന്ന് തേടി വരുന്ന കാലമാണ് റബ്ബേ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. നാഥാ, പടച്ചവനെ, ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല തമ്പുരാന്. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഇതിനു വേണ്ടി പരിശ്രമിച്ചവരാ അല്ലാ. അവർക്ക് ഈ ദുആയല്ലാതെ മറ്റൊന്നും വേണ്ട റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ, ഈ ബാറുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനീ റമളാൻ മാസം ഞങ്ങളെ മറക്കല്ലേ അല്ലാ, ഞങ്ങളെ മറക്കല്ലേ അല്ലാ. റമളാൻ ഞങ്ങളുടെ കൈപിടിച്ച് ഓർമ്മയോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഇതിനെ സഹായിച്ചവർ, ഇതിനു വേണ്ടി സഹായിക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനേ.
തമ്പുരാന്. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നീ മജ്‌ലിസിൽ ആരെല്ലാം ഒരുമിച്ച് കൂടിയോ അവരുടെ മുഖത്ത് കണ്ട സന്തോഷം നിലനിർത്തണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഈ ഗ്രൂപ്പുമാർ, ഈ സർവ്വ ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരായ സഹോദരങ്ങൾ, സഹോദരിമാർ നല്ല മരണം കൊടുക്കണേ തമ്പുരാന്. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. നാളെ മുതൽ പടച്ചവനെ, ഇബ്ലീസിന്റെ അടിമകളാക്കല്ല അല്ലാ. ഇബ്ലീസിന്റെ അടിമകളാക്കല്ലേ അല്ലാ. ഈ ചെയ്തു വെച്ച നന്മകൾ മുഴുവനും ഇനിയും നിലനിർത്താ ഭാഗ്യം തരണേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ. പ്രിയപ്പെട്ട ഉപ്പയും ജ്യേഷ്ഠനും ഖബറിലാണ് അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, നോമ്പ് പിടിച്ചുകൊണ്ട് ഓടി വന്ന ഈ ഉമ്മ പെങ്ങന്മാര് നീ അവരെ കൈവിടല്ലേ തമ്പുരാന്. അപകടങ്ങൾ കൊടുക്കല്ലേ തമ്പുരാന്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഈ പള്ളി നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ വാർഷികത്തിന് നടക്കുന്ന പരിപാടികൾ നീ വിജയിപ്പിക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു സ്ഥാപനം ഒരുക്കാം. എല്ലാ വഴികളും തുറക്കണേ അല്ലാ. എല്ലാ വഴികളും തുറക്കണേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربونا صغارا. അല്ലാഹുവേ, ഈ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഫലസ്തീൻ ജനതയോട് കരുണ കാണിക്കണേ അല്ലാ. യുദ്ധത്തിനൊരു അറുതി വരുത്തണേ അല്ലാ. അഹങ്കാരികളെ പാഠം പഠിപ്പിച്ച അല്ലാ. കൈവിടല്ലേ അല്ലാ. ഈ ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ. പ്രവാസികളായ സഹോദരങ്ങൾ, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാ റബ്ബേ. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാ റബ്ബേ. അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ലഗേജ് കൊണ്ടുവരുന്ന ബോക്സിനകത്ത് റബ്ബേ മയ്യത്ത് കയറ്റി നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത മുസമ്മിൽ ഉസ്താദ് റബ്ബേ, ഒരു കണ്ണിന് കുളിർമയുള്ള സന്താനത്തെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ പാവപ്പെട്ട സഹോദരിയുടെ കണ്ണുനീര് കാണണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിയിൽ നടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നീ നിലനിർത്തണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ജനങ്ങളെ അടുപ്പിക്കണേ അല്ലാ. ഖുർആനുമായിട്ടുള്ള ബന്ധം കൊടുക്കണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ തമ്പുരാന്. ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഒരു വലിയ സർജറി കഴിഞ്ഞിട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ മകള് കിടക്കുന്നുണ്ട് റബ്ബേ. ശിഫ നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. വേദന കുറച്ചു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ.
പടച്ചവനെ ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാൻ ശിഫ കൊടുക്ക് റബ്ബേ ശിഫ കൊടുക്ക് റബ്ബേ കൈവിടല്ലേ അല്ലാ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവരുണ്ട് റഹ്മാന് ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചവരുണ്ട് റഹ്മാന് മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താനുള്ള ഭാഗ്യം തരണേ അല്ലാ അല്ലാഹുവേ നിന്റെ ഖുർആൻ ഓതിയിട്ട് ആയിരക്കണക്കിന് ഖത്തം ഓതിയിട്ട് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞിട്ട് അത് നിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നീട്ടുന്ന കരങ്ങളെ തട്ടല്ലേ അല്ലാ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്റെ ഉമ്മയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ എന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ അഹങ്കാരം തരല്ലേ അല്ലാ ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ റമദാനിന്റെ 28 ദിവസവും നോമ്പ് തുറപ്പിച്ചവർ ഭക്ഷണം തന്നവർ സഹായിച്ചവർ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാന് പടച്ചവനെ ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ ആ ഖബറിടം വിശാലമാക്കണേ അല്ലാ കൈവിടല്ലേ അല്ലാ ഈ ദുആ നീ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ അല്ലാ റമളാൻ മാസമാ അല്ലാ പടച്ചവനെ നിന്റെ ഖുർആൻ ആയിരക്കണക്കിന് ഖത്തം ഓതിയിട്ട് നിന്റെ മുമ്പിലേക്ക് വെച്ച് ചോദിക്കുന്ന മജ്ലിസാണ് വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ ഞങ്ങളുടെ മക്കള് പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുകയാണ് ഉന്നത വിജയം കൊടുക്കണേ അല്ലാ സങ്കടപ്പെടുത്തല്ലേ അല്ലാ സങ്കടപ്പെടുത്തല്ലേ അല്ലാ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ അർഹമുറഹീമായ റബ്ബേ റമളാൻ പിരിയുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് റബ്ബേ സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ ഒരുപാട് മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു റബ്ബേ റമളാൻ പിരിയുകയാണ് നാഥാ മറക്കാൻ കഴിയാത്ത യാത്രയാക്കണേ അല്ലോ നാളെ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ റമളാൻ കടന്നു വരണേ അല്ലാ പടച്ചവനെ ഹിഫ്ളുൽ ഖുർആൻ മത്സരത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട് റബ്ബേ സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ അല്ലാഹുവേ കൈവിടല്ലേ അല്ലാ ഏറ്റെടുക്കണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ ഈമാനുള്ള മരണം നൽകണേ അല്ലാ ഒരുപാട് കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട് റബ്ബേ മോചിപ്പിക്കണേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ലാ വഴികൾ തുറക്കണേ അല്ലാ കൈവിടല്ലേ അല്ലാ പടച്ചവനെ ആരെല്ലാം മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടോ അവരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ അവരവസാനമായി കണ്ടത് നിന്റെ സ്വർഗമാക്കണേ അല്ലാ റബ്ബേ ഈ ദുആ സ്വീകരിക്കണേ തമ്പുരാന് ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു ഹാഫിലിനെ നൽകണേ അല്ലാ ഒരു ഹാഫിലിനെ നൽകണേ അല്ലാ ഞങ്ങളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ആരെയെങ്കിലും ഒരാളെ ഹാഫിളാക്കി തരണേ അല്ലാ ഇവിടെ നടക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ പടച്ചവര് അവർക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് പണിയാൻ എല്ലാ വഴികളും തുറക്കണേ അല്ലാ സഹായിക്കണേ അല്ലാ പടച്ചവനെ ഇത് അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ
ഇത് അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലോ, ഇത് അവസാനത്തെ ദുആക്കല്ലേ അല്ലോ. അടുത്ത റമളാനിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലോ, സ്വർഗം കിട്ടാൻ കാരണമാക്കണേ റബ്ബേ. ലൈവ് ചെയ്യുന്ന സഹോദരനെ അനുഗ്രഹിക്കണേ തമ്പുരാന്, ഖൈറും ബറക്കത്തും നൽകണേ നാഥാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരുടെ ദുആയിൽ ഈ പാവപ്പെട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ.